ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1860. ഇന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതി. ഈ ആണ്ടിലെ 33-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് എത്രയോ വലിയ ഒരു പെരുന്നാളിന്റെ ദിനം കൂടിയാണ്. മായൽത്തോ പെരുന്നാളാണ്. നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശന പെരുന്നാൾ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തിന് സമർപ്പിപ്പാനായിട്ട് ആ മതം അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തില് യേശുക്കുഞ്ഞെത്തുമ്പോൾ അവിടെ 2 പേരെ പരിചയപ്പെട്ട് കിട്ടുന്നുണ്ട്. 2 പേരും വൃദ്ധനാണ്, ശിമയോനും ഹന്നായും. ആ 2 പേരും നമുക്ക് നല്ല സൂചനകളും നല്ല ചില മാതൃകകളും കൈമാറുന്നുമുണ്ട്. മേരിയോട്, അമ്മ മറിയത്തോട് ആ ജ്ഞാനവൃദ്ധനായ ശിമയോൻ പറയുന്നു. മേരിയോടെന്ന് പറഞ്ഞാൽ ദൈവത്തെ ഗൗരവത്തിൽ സ്വീകരിച്ച ഏതൊരാളോടാണ്, ദൈവത്തെ ഏറ്റെടുത്ത, ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ച ഏതൊരാളോടും ശിമയോൻ പറയുകയാണ്, ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോകും. സ്വയം മുറിഞ്ഞും സ്വയം പിളർന്നും അങ്ങനെയെങ്കിൽ അങ്ങനെ മറ്റുള്ളവർക്ക് അപ്പവും ആശ്വാസവും ആകാനുള്ള ആളാണ് ഈ കൈക്കുഞ്ഞ്. ഓർത്തുകൊള്ളണമെന്ന മുന്നറിയിപ്പ്. ഇത് നമുക്കൊന്നുകൂടി പുതുക്കി കിട്ടുന്ന, നമ്മൾ ഒന്നുകൂടി പുതുക്കിയെടുക്കേണ്ട ദിനമാണ് മായൽത്തോ ദേവാലയ പ്രവേശന പെരുന്നാൾ. ഒടുവിൽ ശിമയോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ഭൂമിയില് ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് സമാധാനത്തോടുകൂടിയുള്ള ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കവും ആഗ്രഹവും പ്രാർത്ഥനയും കാത്തിരിപ്പുമൊക്കെ. ജീവിതം മുഴുവൻ വ്യസനങ്ങളിലൂടെ കടന്നുപോയ വയോവൃദ്ധയാണ് ഹന്ന. അങ്ങനെ തന്നെ സുവിശേഷകൻ അത് വിവരിക്കുന്നുണ്ട്. എന്നിട്ടും ദൈവസ്തുതിപ്പുകളുമായി ആ പ്രായത്തിലും ദേവാലയ സന്നിധിയിലും നല്ലൊരു സൂചനയും മാതൃകയല്ലേ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചെറുതും വലുതുമായ നിരാശകളെല്ലാം വിട്ട് പ്രത്യാശയിലേക്ക് പറക്കാനായിട്ട് അതൊരു പ്രേരണയും പ്രചോദനവുമാവും. നീരസങ്ങളെല്ലാം വിട്ട് വിശ്വാസത്തിലേക്ക് കുതിക്കാനായിട്ട് ഇത് വലിയൊരു പ്രകാശമായി മാറുന്നു. അതെ, എന്റെയും ദേവാലയ പ്രവേശന പെരുന്നാൾ ക്രിസ്തുവിലേക്കുള്ള നല്ലൊരു പ്രവേശനത്തിന്റെ സാധ്യതയായി മാറട്ടെ. ആമേൻ.